അത് ജനങ്ങൾ അറിയണം. മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ കരുതണത്. അത് തന്നെ ഇപ്പോൾ ഈ അച്ഛനമ്മേൻ്റെ അഭിപ്രായം കൂടി ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. കാരണം ഞാനൊരു സുഹൃത്ത് എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് എനിക്ക് നല്ല പ്രതിഷേധമുണ്ട്. എൻ്റെ ഒരു മനവിഷമം വെച്ചെങ്കിൽ പിടുത്തമിട്ട മനവിഷമാണ്. പക്ഷേ സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ മിണ്ടാതെ നിൽക്കുകയാണ്. അച്ഛനമ്മേൻ്റെ അഭിപ്രായം ചോദിക്കൂ. കേസായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പൂർണ്ണമായിട്ട് അതിൻ്റെ കൂടെ നിൽക്കൂ. ഏതറ്റ വരെ പോകാൻ പറ്റുമോ അത് അറ്റ വരെ പോവുകയും ചെയ്യും. എന്തായാലും ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇത്തരം പ്രവണതകൾ ചെറിയ കാര്യങ്ങളായിട്ട് പോകുക. അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടെങ്കിൽ ആ സമയത്ത് അറിയിക്കുക. ബസ്സിലുള്ളവരാണെങ്കിലോ സ്റ്റേഷനിലായിട്ടോ അവരെ അറിയിക്കുക. എങ്ങനെ സംഭവിച്ചിട്ട് അതിനെതിരെ പറയാം. അതൊക്കെ ഇതിനൊക്കെ നമ്മൾ നിയമത്തിലൊക്കെ സംവിധാനങ്ങളില്ലേ. അവരെ വിളിച്ച് ശകാരിക്കുക, അവരോട് മാപ്പ് പറയുക, ഇതൊക്കെ ഉണ്ടല്ലോ. ഞാൻ അത് പറഞ്ഞ് ചെയ്തതാണെങ്കിൽ അറിയാതെ ചെയ്തതാണ് ഈ പരസ്പരം സംസാരിച്ചാൽ തീർക്കാനുള്ള പ്രശ്നങ്ങളുള്ളൂ. ഇതിനായിട്ട് ആ കുട്ടീൻ്റെ വീഡിയോ കണ്ടാലറിയാം. ആ കുട്ടി ക്രിയേറ്റ് ചെയ്യാണ്. ബാക്കിലേക്ക് മാറി നിന്ന് വരാം, പിന്നെ മുന്നോട്ട് തന്നെ വരാം. എന്നിട്ട് അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ സൗകര്യത്തിൽ ചെരിഞ്ഞ് നിന്നെടുക്കുക. എന്നിട്ട് ആ തട്ടണം മുട്ടണമൊക്കെ അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുക. അവർ സൗകര്യം ചെയ്യാണ്. അവർ മാക്സിമം അത് മുതലെടുക്കുക ചെയ്യണം. ആ റീച്ച് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യണത്. ആ വീഡിയോ കണ്ടാലേ അറിയൂ. എന്നിട്ട് അവർ പിറ്റേ ദിവസം ഒരു വീഡിയോ ഇടുക. അത് ഞാൻ ഇന്നലെ വൈകിട്ടാണ് എൻ്റെ വേറെ സുഹൃത്ത് കുവൈത്ത് നിന്ന് അയച്ചതാണ്. ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത് തന്നെ ആണോ വെച്ചിട്ട്. എന്നിട്ട് അതിനെ പറ്റിയിട്ട് ആ പെൺകുട്ടി ന്യായീകരണം തരാണ്. ഇത് ഞരമ്പ് രോഗികളുണ്ട്, ഇങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട്. ഇത്തരക്കാരാണ് ഞരമ്പ് രോഗം. അവർക്ക് അവരെ റീച്ച് കിട്ടാന്നുള്ള ഒരേ ഒരു മനോഭാവമുള്ളൂ. അവർക്ക് ഒരാളെ ജീവിതം ഈ പാവപ്പെട്ട അച്ഛനമ്മയ്ക്ക് ഞാരുണ്ട്, അവരാരും